ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂസ് വേൾഡ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെഡ് ബാൻഡാണ്. സിംഗിൾ ക്രോച്ചറ്റ് സ്റ്റിച്ച് മാത്രമേ യൂസ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ ഡിസൈനിലുള്ള ഒരു ഹെഡ് ബാൻഡാണ് ചെയ്യുന്നത്. യൂസ് ചെയ്തിട്ടുള്ളത് കോട്ടൺ 3 പ്ലൈസിൻ്റെ ത്രെഡാണ്. 3.5 mm ക്രോഷ്യോ നീഡിലാണ്. നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട് ചെയിൻ സ്റ്റിച്ച്, ആദ്യം ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിനാണ് ചെയ്യുന്നത്. ടോട്ടൽ നമുക്കൊരു 27 ചെയിൻ വേണം. ഈ സെയിം വിട്ടിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 27 ചെയിൻ സ്റ്റിച്ച് വേണം. അപ്പം നമ്മൾ 27 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് അതിനടുത്ത സ്റ്റിച്ചിനകത്ത് സിംഗിൾ ക്രോഷറ്റാണ് ചെയ്യുന്നത്. ഈ സെയിം സ്റ്റിച്ചിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാഗ്സും ചെയ്യാം. അപ്പോൾ ചെയിൻ്റെ എണ്ണം കൂട്ടണം എന്നുള്ളതേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻസും ഒക്കെ ചെയ്യുക. നമ്മളിപ്പോൾ ടോട്ടൽ ചെയിൻസും സിംഗിൾ ക്രോച്ചറ്റ് ഇട്ട് ഇനി നമ്മൾ വീണ്ടും ഒരു ചെയിൻ ഇട്ട് ഇത് ടേൺ ചെയ്യാം. ഒരു ചെയിൻ ഇട്ടിട്ട് വേണം ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് അത് സ്കിപ്പ് ചെയ്തിട്ട് അതിനടുത്ത സ്റ്റിച്ചിനകത്ത് ബാക്ക് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ചെയിന് ടോട്ടലായിട്ട് മുഴുവൻ ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക് ലൂപ്പിൽ മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ. ഓക്കെ, ആദ്യത്തെ ചെയിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ബാക്ക് ലൂപ്പിൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ സ്റ്റിച്ചിനകത്ത് സെയിം സ്റ്റിച്ചിനകത്ത് 2 എണ്ണം ചെയ്യുക. ബാക്കി 12 എണ്ണം നമ്മൾ സിംഗിൾ തന്നെ ഇട്ടിട്ട് പോകും. സിംഗിൾ ക്രോഷത്തിൽ തന്നെ ഇട്ട് പോയിട്ട് സെൻറ്ററിൽ എത്തുന്ന സമയത്ത് ആദ്യത്തെ 12 എണ്ണം ആദ്യത്തെ ചെയിനകത്ത് നമ്മൾ 2 എണ്ണം ഇടുന്നുണ്ട്. ബാക്കി പിന്നെ 12 എണ്ണത്തിനകത്ത് ചെയ്തതിൻ്റെ ശേഷം സെൻറ്ററിൽ എത്തുമ്പോൾ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാതെ 2 എണ്ണം ഒഴിവാക്കിയിട്ട് മൂന്നാമത്തതിനകത്ത് നമ്മൾ സിംഗിൾ ക്രോച്ചറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഡിസൈൻ അത് ആരോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ സെൻറ്ററിൽ ഒഴിവാക്കുന്ന 2 ചെയിൻ സ്റ്റിച്ച് മീൻസ് നമ്മൾ ബാക്ക് ലൂപ്പിൽ മാത്രമാണല്ലോ ചെയ്യുന്നത്. വീണ്ടും നമ്മൾ എൻഡ് വരെ സെയിം പ്രോസസ്സ് തന്നെ. ബാക്ക് ലൂപ്പിനകത്ത് സിംഗിൾ ക്രോച്ചറ്റ് എൻഡ് വരെ ചെയ്യാം. വീണ്ടും നമ്മൾ എൻഡിലെത്തുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് ഒരു ചെയിൻ ഇട്ട് വീണ്ടും ടേൺ. ഓക്കെ, ഇനി ടേൺ ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റിനകത്ത് 2 എണ്ണം. ഇത് എല്ലാ തവണയും നമ്മൾ സെൻറ്ററിൽ 2 ചെയിന് സ്കിപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ആ 2 എണ്ണം അതിൻ്റെ കൗണ്ട് കറക്റ്റ് ആവാനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും നമ്മൾ സ്റ്റിച്ച് ഇട്ട് ലാസ്റ്റ് ചെയിനിൽ ഇടുന്ന സമയത്ത് 2 എണ്ണം തന്നെ ഇടണം. എന്നിട്ട് വേണം ടേൺ ചെയ്തിട്ട് ചെയിൻ ഇടാൻ. ഇപ്പോൾ 2 എണ്ണം സെൻറ്ററിൽ ഒഴിവാക്കുന്നതിനനുസരിച്ച് സൈഡിൽ 2 എണ്ണം ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എത്ര ലെങ്ത്തിലാണോ ചെയ്യുന്നത് അത്ര ലെങ്ത്ത് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് കൗണ്ടായിരിക്കും. 26 തന്നെ വരും. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഇത് സെൻറ്ററിൽ ഒഴിവാക്കുന്നതിനനുസരിച്ച് സൈഡിൽ കൂട്ടി ചെയ്യുന്നത്. ഓക്കെ, ഈ സെയിം പ്രോസസ്സ് നമുക്ക് എത്ര ലെങ്ത്തിൽ വേണം അത്രയും ചെയ്തെടുക്കാം. ഞാനിത് ചെയ്യുന്നത് ഒരു 6 month ബേബി ഹെഡ് ബാൻഡ് സൈസിലാണ് ചെയ്യുന്നത്. 13 ഇഞ്ച് മതിയാകും. അഡൾട്ട് സൈസിനാണെങ്കിൽ നമുക്ക് 18 വേണം നോർമലി. ഓക്കെ, ഇത് നമ്മുടെ എത്ര ലെങ്ത്ത് നമുക്ക് വേണോ അത്രയും ചെയ്തതിൻ്റെ ശേഷം എങ്ങനെയാണ് പിന്നെ യോജിപ്പിക്കുക എന്നുള്ളത് കാണിക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നല്ല യുണീക്കായിട്ടുള്ള ഒരു സ്റ്റൈല് കൂടെയാണ്.
കുട്ടികൾക്കൊക്കെ ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. വേണ്ടോ, ഇതിപ്പോഴേ ഇങ്ങനെ ആരോ സ്റ്റൈലിലേക്ക് ഡിസൈനായിട്ട് വരുന്നു. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് നമ്മൾ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു 6 month അത്രയും പ്രായമുള്ള കുട്ടിക്കുള്ള ആ ഒരു സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്കൊരു 13 ഇഞ്ച് മതിയാകും. ഇത് കറക്റ്റ് 13 ഇഞ്ച് ആയിട്ടുണ്ട്. സൈസിനനുസരിച്ചിട്ട് നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ നമ്മളൊരു നോട്ട് ഇട്ട് ത്രെഡ് അത്യാവശ്യം ലെങ്ത്തിലേക്ക് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. 2 എൻഡും കൂടെ നമുക്ക് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാനുള്ളതാണ്. ഇത് അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ടും ചെയ്യാം, ക്രോഷോ നീഡിൽ വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ സ്വിങ് നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ വലിയ നീഡിൽ വെച്ചിട്ട്, ഇത് പോയിൻറ്റ്ലെസ് നീഡിലാണ് മാറ്റൊക്കെ ചെയ്യുന്ന രീതിയിലുള്ളത്. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് തന്നെ, ബാക്ക് ലൂപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ എവിടെയാണ് ഇത് ശരിക്കും യോജിപ്പിച്ചതെന്നുള്ളത് അറിയാൻ പറ്റില്ല. സെയിം ആ സ്റ്റിച്ച് ചെയ്ത സ്റ്റൈലിൽ തന്നെ കറക്റ്റായിട്ട് രണ്ടിൻ്റെയും ബാക്ക് ലൂപ്പ് വെച്ചിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. ഡിസൈന് ഫില്ലായിട്ടത് ഇതുപോലെ ഇരിക്കും. യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് ഇതിൽ എക്സ്ട്രാ വരുന്ന ലാസ്റ്റ് എൻഡിൽ വരുന്ന സ്റ്റിച്ച് നമ്മൾ നന്നായിട്ട് കെട്ടി, ഉള്ളിലേക്കായിട്ട് കെട്ടി നന്നായിട്ട് സെക്യൂറാക്കി വയ്ക്കുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇയർ വാർമറായിട്ടും ഹെഡ് ബാൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. എനിക്ക് ചെയ്തതിൽ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് ഇത്. ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ക്രോഷ്യോ ചെയ്യാൻ കുറച്ച് അറിയുന്നവർക്കും പഠിച്ചു വരുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സിംഗിൾ ക്രോഷറ്റ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റിച്ചസും ഇല്ല. ഓക്കെ, അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാം. വേറൊരു ഐറ്റം കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ദെൻ ബൈ.